നദീറ ബെൻബ്രൈറ്റർ, ട്രെയിനർ, തിങ്കിങ് കൺസൾട്ടന്റ്, ലൈഫ് കോച്ച്. ചിന്തിക്കുന്നത് പോലും ചിന്തിച്ചു കൊണ്ടായിരിക്കണം. നമ്മുടെ ഫോക്കസ് സക്സസിലായിരിക്കണം. സക്സസിലേക്കായിരിക്കണം. സോ ഫോക്കസ് ടു സക്സസ്. നമ്മുടെ ലൈഫിൽ സക്സസിനെ ബാധിക്കുന്ന പല സിറ്റുവേഷൻസുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ സിറ്റുവേഷൻസുകളെ ഓവർകം ചെയ്യേണ്ടത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഇന്ന് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയ സബ്ജക്റ്റ് സ്വീറ്റ് റിവെഞ്ച്. സ്വീറ്റ് എന്ന് കേൾക്കുമ്പോൾ മധുരം, റിവെഞ്ച് എന്ന് കേൾക്കുമ്പോൾ പ്രതികാരം. എങ്ങനെയാണ് നമ്മളെയൊക്കെ മാറ്റി നിർത്തിയവരോട്, നമ്മളെയൊക്കെ അവഗണിച്ചവരോട്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നീ വിജയിക്കില്ല, നിനക്ക് ഇതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്ത കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകും. നമ്മൾ അനുഭവിച്ച പെയിൻ എന്താണെന്ന് അവർ തന്ന ഗിഫ്റ്റ് കൊണ്ട് ഓരോരുത്തരും അനുഭവിച്ച പെയിന് അവനവനെ അറിയുള്ളൂ. അപ്പൊ നമുക്കെല്ലാവർക്കും, മനുഷ്യന് പൊതുവെ ഒരാൾ നമ്മളെ ഉപദ്രവിച്ചാൽ അവരോട് പ്രതികാരം ചെയ്യാനുള്ള ദാഹം വളരെ വലുതാണ്. അവരോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാരം ചെയ്തു തീർത്തെങ്കിൽ മാത്രമേ അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ ആർക്കും പ്രശ്നമില്ലാത്ത രൂപത്തിൽ നമ്മളെ മാറ്റി നിർത്തിയവരോടും, നമ്മളെ അവഗണിച്ചവരോടും, നമ്മളെ കളിയാക്കിയവരോടും ഒക്കെ നമുക്ക് മധുരമായി പ്രതികാരം ചെയ്യാം. സ്വീറ്റ് റിവെഞ്ച്. അവർക്ക് ഒരിക്കൽ പോലും നമ്മളെ കളിയാക്കാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ ഒരിക്കൽ പോലും നമ്മളെ മാറ്റി നിർത്താൻ പറ്റാത്ത വിധം നമ്മൾ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കലാണ് സ്വീറ്റ് റിവെഞ്ച്. അല്ലാതെ നമ്മൾ ഒരിക്കലും അവരോട് പ്രതികാരം വീട്ടാൻ വേണ്ടി മത്സരിക്കലല്ല സ്വീറ്റ് റിവെഞ്ച്. നമുക്ക് ആ ഒരു ജീവിതത്തിൽ വിജയങ്ങൾ വന്നു ചേരുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് ഓർക്കുമ്പോഴും അവർക്കും നമ്മളെ കുറിച്ച് ഓർക്കുമ്പോഴും സന്തോഷമുണ്ടാകുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കലാണ് സ്വീറ്റ് റിവെഞ്ച്. അപ്പൊ എല്ലാവർക്കും ഇത് പറ്റിയൊന്നും വരില്ല. പലപ്പോഴും അവഗണനയും ഡിസ്ക്രിമിനേഷനും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചവര് പലപ്പോഴും ജീവിതത്തിൽ സക്സസ് ആവാതെ പോകുന്നത് അന്നത്തെ ഇൻസിഡന്റ് ഓൾ ടൈം അവരുടെ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് ആ പ്രശ്നത്തിലൂടെ, ആ ചിന്തയിലൂടെ അവരുടെ ജീവിതത്തെ മുഴുവൻ കടത്തിവിട്ട് ജീവിതത്തിൽ അവർക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും സമയം കിട്ടുന്നില്ല. അപ്പം നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ റോങ് ഡിസിഷനാണ് മറ്റുള്ളവർ നമ്മളെ അവഗണിച്ചാലും മറ്റുള്ളവർ നമ്മളോട് മോശമായി പെരുമാറിയാലും ഇത് നമ്മുടെ ചിന്തയിലിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സക്സസിനെ ഇല്ലാതാക്കല്. അതല്ല നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബ്ലെസ്സിങ്ങും നമ്മുടെ എബിലിറ്റിയും ഉപയോഗിച്ച് എത്ര മാത്രമാണോ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുന്നത് അത്രയും ഉയരങ്ങൾ കീഴടക്കി ബ്യൂട്ടിഫുള്ളായി ഈ വേൾഡിൽ നമുക്കും മറ്റുള്ളവർക്കും ഉപകാരമുള്ള രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കലാണ് സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയുന്നത്. പ്രതികാരം എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അങ്ങനെ നമ്മൾ പ്രതികാരം ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന് എപ്പോഴും ഹാപ്പിനെസ് കിട്ടുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് റോൾ മോഡലാകണം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമാണുള്ളത്. പിന്നീട് ഒരു റീടേക്കിന് സമയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുകയും ഓരോ സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നേറി എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ നേടാൻ പറ്റും, അതിനു മുന്നിലുള്ള തടസ്സങ്ങളെയെല്ലാം പറ്റാവുന്ന രീതിയിൽ നമ്മൾ മാറ്റി നിർത്തി വെരി സ്ലോലി മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുക. അതാണ് നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം. നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആക്കുകയും നമ്മുടെ ചിന്തകൾ എപ്പോഴും സക്സസിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്ത് നമ്മൾ എന്താണെന്നും നമ്മുടെ സെൽഫ് അവയർനെസ്, നമ്മളെ കുറിച്ച് നമ്മുടെ എബിലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ
നമ്മളെയൊക്കെ മാറ്റി നിർത്തിയവരും, നമ്മളെയൊക്കെ പലതിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിലാവാം, വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാവാം, സമ്പത്തിൻ്റെ പേരിലാവാം, പലർക്കും ഈ അവഗണനകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. എനിക്കറിയാം ഇത്തരം ഒരുപാട് പേരെ. പക്ഷേ അവരൊക്കെ പലരും അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കിയപ്പോൾ അന്ന് മാറ്റി നിർത്തിയവരൊക്കെ ഇന്ന് അവകാശപ്പെടും അവൻ്റെ വിജയത്തിൽ ഞങ്ങൾക്കും പങ്കുണ്ടെന്ന്. പക്ഷെ ആർക്ക് പങ്കില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും എത്രമാത്രം സന്തോഷകരമാക്കാൻ പറ്റുമോ അത്രമാത്രം സന്തോഷകരമാക്കുക. നമ്മുടെ ജീവിതം, ലൈഫ് ഒന്നേ ഉള്ളൂ. ദൈവം തന്ന ഈ ബ്ലെസ്സിങ് വളരെ നമ്മുടെ എബിലിറ്റി ഉപയോഗിച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവർക്ക് നാളെ ഒരു റോൾ മോഡൽ രീതിയിൽ നമ്മുടെ ലൈഫിനെ സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ നമ്മൾ അവഗണിച്ചവരോടും മാറ്റി നിർത്തിയവരോടും ഒക്കെ നമുക്ക് മധുര പ്രതികാരം, സ്നേഹത്തോടെയുള്ള, സന്തോഷത്തോടെയുള്ള, പുഞ്ചിരിയോടു കൂടിയുള്ള ഒരു മധുര പ്രതികാരം ചെയ്യാൻ സാധിച്ചു. ഇതാണ് സ്വീറ്റ് റിവെഞ്ച്. ഓക്കെ, എല്ലാവരുടെ ലൈഫും ബ്യൂട്ടിഫുൾ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.